ഹലോ ഓൾ, CUET UG 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലെ ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന ചാപ്റ്ററിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസസ് ആസ് വി മൂവ് അവേ ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ്. നമുക്ക് നോക്കാം, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്തോറും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. ദിസ് ഈസ് ദ ഇക്വേറ്റർ, this is the equator, this is the poles. So as we move from equator towards the pole, species diversity കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അതായത് ഇക്വേറ്ററിന്റെ അടുത്തുള്ള റീജിയൻ ആണ് ട്രോപ്പിക്കൽ റീജിയൻ. അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത്. രണ്ടാമതായിട്ട് ടെമ്പറേറ്റ് റീജിയനിലാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത്. ആൻഡ് ഫൈനലി ഏറ്റവും കുറവ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നത് പോളാർ റീജിയനിലാണ്. സോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി species diversity decreases as we move from the equator towards the poles. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. The tropical Amazon rainforest in the South America has the greatest biodiversity on the earth. ഇത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the tropical Amazon rainforestലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. അതൊരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, there is more solar energy available in temperate region ദാൻ ട്രോപ്പിക്സ്. ട്രോപ്പിക്കൽ റീജിയനിനേക്കാൾ ഏറ്റവും കൂടുതൽ സോളാർ എനർജി ഉള്ളത് ടെമ്പറേറ്റ് റീജിയനിലാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊരു റോങ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ലഭിക്കുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. ഈ ട്രോപ്പിക്കൽ റീജിയനിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ലഭിക്കുന്നത് കാരണം അവിടെ സോളാർ എനർജി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാനുള്ള വൺ ഓഫ് ദ റീസൺ. ആൻഡ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സോ നമ്മൾ പറഞ്ഞ തേർഡ് സ്റ്റേറ്റ്മെന്റ്, മോർ സോളാർ എനർജി ഏറ്റവും കൂടുതൽ ഉള്ളത് ട്രോപ്പിക്കൽ റീജിയനിൽ. സോ ദിസ് ഈസ് എ റോങ് ആൻസർ. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത്, ട്രോപ്പിക്കൽ എൻവയോൺമെന്റ്സ് ആർ ലെസ് സീസണൽ, റിലേറ്റീവ്ലി മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രഡിക്റ്റബിൾ. ട്രോപ്പിക്കലിലെ എൻവയോൺമെന്റ് ലെസ് സീസണൽ, റിലേറ്റീവ്ലി മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രഡിക്റ്റബിൾ. ഇതൊരു റൈറ്റ് ആൻസർ ആണ്. കാരണം ഇതും ട്രോപ്പിക്കൽ റീജിയനിലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാൻ കാരണമായ ഒരു റീസൺ ആണ്. ആൻഡ് ഫൈനലി, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഒബ്സർവ്ഡ് ദാറ്റ് വിത്തിൻ എ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് എക്സ്പ്ലോർഡ് ഏരിയ അപ് ടു എ ലിമിറ്റ്. സോ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സോ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഒരു ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആൻഡ് ജിയോഗ്രാഫർ ആണ്. അദ്ദേഹം പറയുന്നത് ഒരു സെർട്ടൈൻ റീജിയനിലെ സ്പീഷീസ് റിച്ച്നെസ് എക്സ്പ്ലോർഡ് ഏരിയ കൂടുന്നതിനനുസരിച്ച് കുറയുന്നുണ്ടെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇഫ് ദിസ് ഈസ് ദ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ദിസ് ഈസ് ദ ഏരിയ, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറയുന്നത് വിത്തിൻ എ റീജിയൻ ദ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് ആസ് വി ഇൻക്രീസ് ദ എക്സ്പ്ലോർഡ് ഏരിയ. ഇതിനെ അദ്ദേഹം മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് CA⁻Z എന്നൊരു ഇക്വേഷൻ വഴിയാണ്. ഇതിന്റെ ലോഗരിതം എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ദാറ്റ് ഈസ് log S equal to log C plus Z log A എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറഞ്ഞത് ഏരിയ കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള സ്പീഷീസ് റിച്ച്നെസ് ഓൺലി അപ് ടു എ ലിമിറ്റ് വിത്തിൻ എ റീജിയൻ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇവിടെ പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് കുറയുന്നു എന്നാണ്. സോ ദാറ്റ് ഈസ് എ റോങ് ആൻസർ. സോ ഇതിൽ ആകെയുള്ള റൈറ്റ് ആൻസേഴ്സ് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ബി ആൻഡ് ഡി വരുന്നത് ഓപ്ഷൻ 3 ആണ്. സോ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബയോളജിക്കലി ഫ്ലവർ ഈസ് എ, നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഫ്ലവർ ഇസ് എ മോഡിഫൈഡ് റൂട്ട്, മോഡിഫൈഡ് ഷൂട്ട്, മോഡിഫൈഡ് ലീഫ് ഓർ മോഡിഫൈഡ് ട്യൂബർ. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫ്ലവേഴ്സ് ആർ ആക്ച്വലി ജനറലി മോഡിഫൈഡ് ഷൂട്ട് ആണ്. അതായത് ഷൂട്ട് അപ്പെക്സിൽ നിന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ആക്ച്വലി ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കുന്നത്. ബട്ട് ദ ഫ്ലോറൽ പാർട്സ് ലൈക്ക് കാപ്പൽസ്, സ്റ്റേമൻസ്, അതുപോലെ തന്നെ സെപ്പൽസ്, പെറ്റൽസ് ഇവയൊക്കെ ഉണ്ടായിരിക്കുന്നത് ലീവ്സിൽ നിന്നാണ്. സോ these floral parts are actually modified leaves, but the flower is actually modified shoot. Third ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following hormone is not produced by the placenta? Placental hormonesനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയിൽ ഏതാണ് placental hormone അല്ലാത്തത്? So we want to know which are the placental hormones. So the placental hormones
പ്ലാസെന്റൽ ഹോർമോൺ മെയിൻ ആയിട്ട് 4 ഹോർമോൺസ് ആണ് പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവയാണ് ഫസ്റ്റ് വൺ HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കൊറിയോണിക് ഗോണാഡോട്രോപ്പിൻ. സെക്കൻഡ് വൺ HPL, that is human placental lactogen, and it also produces estrogen and progesterone. ഇങ്ങനെയുള്ള 4 ഹോർമോൺസ് ആണ് പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്ലാസെന്റ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ. സോ ഇതിലില്ലാത്തത് ഈസ് ആൻഡ്രോജൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഇതിൽ പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഹോർമോൺ ആണ് ആൻഡ്രോജൻ, വിച്ച് ഇസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടെസ്റ്റിസിലെ ലേഡിക് ഓർ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ആണ് ആക്ച്വലി ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻഡിവിജ്വൽസ് വിത്ത് കാരിയോടൈപ്പ് 44+XXY. ഇത് പറയുന്നത് ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ പറ്റാണ്. സോ ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്കറിയാം. ജനറ്റിക് ഡിസോർഡേഴ്സ് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്: മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഈ ക്രോമസോമൽ ഡിസോർഡേഴ്സ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു അന്യൂപ്ലോയിഡി ആൻഡ് പോളിപ്ലോയിഡി. ഇതിലെ അന്യൂപ്ലോയിഡിയിൽ പെടുന്ന ഡിസോർഡേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ഏതാണ് 44+XXY എന്നുള്ള 44+XXY ക്രോമസോമൽ പാറ്റേണിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഈ അന്യൂപ്ലോയിഡിലുള്ള 3 ഡിസോർഡേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രത്തിൽ വരുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി 45 ഓട്ടോസോം പ്ലസ് XX or XY. അതായത് ഇറ്റ് ഈസ് ആക്ച്വലി കോസ്ഡ് ബൈ ദ ട്രൈസോമി ഓഫ് ദ 21st chromosome. So Down syndrome is like this. And second one, Turner syndrome. Turner syndrome is actually caused by the absence of 1X chromosome. എന്ന് പറഞ്ഞാൽ ഇവരുടെ കാരിയോടൈപ്പ് യൂഷ്വലി 44 ഓട്ടോസോം പ്ലസ് X0 എന്നായിരിക്കും. യൂഷ്വലി ഇവർ ഫീമെയിൽ ആയിരിക്കും and they will be sterile. So Turner syndrome karyotype 44 autosome plus X0 ആയിരിക്കും. That is absence of 1X chromosome. And മൂന്നാമത്തെ type of അന്യൂപ്ലോയിഡിൽ വരുന്ന മൂന്നാമത്തെ ഡിസോർഡർ ആണ് Klinefelter syndrome. Klinefelter syndrome is caused by an additional X chromosome. That is, here you can see 44 autosome plus XY. That is, there is one additional X chromosome. So due to this additional 1X chromosome, there will be gynecomastia, that is masculine development, and there will be development of breast in this cases. So actual answer is 44 autosome plus XXY karyotype വരുന്നത് Klinefelter syndrome. Fifth ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which one of the following enzyme brings about the hydrolysis of lactose to glucose and galactose? ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്ന എൻസൈം. സോ ഈ ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ട്രാൻസ് അസറ്റൈലേസ്, അമൈലേസ്, ബീറ്റ ഗാലക്ടോസ്. ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ദ ലാക്കോപെറോൺ. സോ ലാക്കോപെറോണിൽ 3 സ്ട്രക്ചറൽ ജീൻസ് നമുക്ക് പഠിക്കാനുണ്ട്. 3 സ്ട്രക്ചറൽ ജീൻസ്. ഫസ്റ്റ് വൺ ദ Z. There are 3 സ്ട്രക്ചറൽ ജീൻസ് ZYA. This Z gene codes for the beta galactosidase, and it is responsible for the hydrolysis of lactose to glucose and galactose. And there is another structural gene which is known as permease. Permease is responsible for the increasing permeability of the beta galactosidase into the cell. And finally, there is trans-acetylase. Trans-acetylase is responsible for the acetylation reaction. So ഇത് 3 ലാക്കോപെറോണിലുള്ള 3 സ്ട്രക്ചറൽ ജീൻസ്. സോ ഇതിൽ നമുക്ക് മനസ്സിലായി ബീറ്റ ഗാലക്ടോസിഡാസ് ആണ് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നത്. സോ ഇതിലുള്ള ഓപ്ഷൻ ബീറ്റ ഗാലക്ടോസിഡോസ് ആണ്. ബീറ്റ ഗാലക്ടോസിഡേസ് ആണ് റൈറ്റ് ആൻസർ. ആൻഡ് ഇതിൽ പെടാത്തൊരു ഓപ്ഷൻ ആണ് അമൈലേസ്. അമൈലേസ് ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ ദ നമ്മുടെ salivary. We can know the examples of amylase, salivary amylase and pancreatic amylase, which is responsible for the digestion of carbohydrate. കോംപ്ലക്സ് ഷുഗേഴ്സിനെ സിമ്പിൾ ഷുഗർ ആക്കി മാറ്റുന്ന എൻസൈംസ് ആണ് അമൈലേസ്. സോ അതിന് 2 എക്സാമ്പിൾസ് ആണ് salivary amylase and pancreatic amylase.